അമേരിക്കയിലെ കൊളറാഡോ സ്റ്റേറ്റിലെ ബൗൾഡർ പ്രവിശ്യയിൽ സമാധാനപരമായി നടന്ന ഇസ്രായേൽ അനുകൂല റാലിക്ക് നേരെ ബോംബെറിഞ്ഞുകൊണ്ട് അഴിച്ചുവിട്ട തീവ്രവാദി ആക്രമണം അമേരിക്കയ്ക്ക് മാത്രമല്ല ലോക രാഷ്ട്രങ്ങൾക്ക് ആകെ കടുത്ത അമ്പരപ്പാണ് ഉളവാക്കിക്കൊണ്ടിരിക്കുന്നത്. കുപ്പിയിൽ രാസവസ്തുക്കൾ നിറച്ച് ഉണ്ടാക്കുന്ന മൊളട്ടോവ് കോക്ടെയിൽ എന്ന സ്ഫോടക വസ്തുവും ഫ്ലെയിം തോവും ഉപയോഗിച്ചായിരുന്നു ഈജിപ്ഷ്യൻ കുടിയേറ്റക്കാരനായ മുഹമ്മദ് സോളിമാൻ എന്ന തീവ്രവാദി റാലിക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. ആ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ 8ഓളം പേരാണ് ഇപ്പോൾ അത്യാസന്ന നിലയിൽ കഴിയുന്നത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തെ പരമാവധി ദുർവ്യയം ചെയ്തുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധ അജണ്ടകൾ ഉയർത്തിപ്പിടിച്ചും പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടും തുടർച്ചയായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ അമേരിക്ക കൈക്കൊള്ളുന്ന നടപടികൾക്കായി ലോകം മുഴുവൻ അക്ഷമയോടെ കാത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ കൊളറാഡോ ആക്രമണത്തിന്റെ പേരിൽ അറസ്റ്റിലായ ഈജിപ്ഷ്യൻ ഇസ്ലാമിക തീവ്രവാദി കോടതിയിൽ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേട്ട് ലോകം മുഴുവൻ ഞെട്ടിത്തരിച്ച് ഇരിക്കുകയാണ്. കേവലം 2 വർഷങ്ങൾക്ക് മുൻപ് മാത്രം ഈജിപ്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ചേക്കേറിയ മുഹമ്മദ് സോളിമാൻ ഒരു അനധികൃത കുടിയേറ്റക്കാരൻ ആണ് എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇദ്ദേഹത്തിൻ്റെ വിസ കാലാവധി കഴിഞ്ഞിരുന്നു. എന്നിട്ടും നിയമവിരുദ്ധമായി അമേരിക്കയിൽ തുടർന്നുകൊണ്ടാണ് അങ്ങേയറ്റം ഭീകരമായ ഈ ആക്രമണത്തിന് ഇയാൾ പദ്ധതികൾ തയ്യാറാക്കിയത്. 45-കാരനായ ഈ തീവ്രവാദിക്ക് ഒപ്പം ഭാര്യയും 5 മക്കളും അമേരിക്കയിലുണ്ടായിരുന്നു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലും പിന്നെ ഡ്രൈവിംഗ് ജോലിയും ചെയ്തിരുന്ന ഇയാൾക്ക് മാന്യമായ ഒരു പ്രതിച്ഛായ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതൊക്കെ ആസൂത്രിതമായ നാട്യത്തിൻ്റെ ഭാഗമായിരുന്നുവെന്നും 1 വർഷം മുഴുവൻ നടത്തിയ സൂക്ഷ്മമായ ആസൂത്രണത്തിന് ശേഷമാണ് റാലിക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നും മകളുടെ ഹൈസ്കൂൾ പഠനം പൂർത്തിയാകാൻ കാത്തിരുന്നത് കൊണ്ടാണ് ആക്രമണം വൈകിയത് എന്നും ജൂതവംശത്തെ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ളതാണ് തൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നും ഇയാൾ കോടതിയോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദീർഘനാളുകളായി നടത്തിക്കൊണ്ടിരുന്ന ആസൂത്രണത്തിൻ്റെ ഒടുവിൽ ഞായറാഴ്ച കൊളറാഡോ സ്പ്രിംഗ്ലിങ്ങിലെ വീട്ടിൽ നിന്ന് 100 മൈൽ വണ്ടി ഓടിച്ച് ബൗൾഡണിൽ എത്തിയായിരുന്നു ഇയാൾ ഈ ആക്രമണം നടത്തിയത്. ഹമാസ് തടവിലാക്കിയ ഇസ്രായേലി ബന്ദികളെക്കുറിച്ചും അവരുടെ മോചനത്തെക്കുറിച്ചുമുള്ള കൃത്യമായ അവബോധം സമൂഹത്തിന് നൽകുവാൻ രൂപീകരിക്കപ്പെട്ട റൺ ഫോർ ദെയർ ലൈവ്സ് എന്ന സംഘടന എല്ലാ വാരാന്ത്യത്തിലും നടത്തിക്കൊണ്ടിരുന്ന റാലിയിലേക്കാണ് ഇയാൾ ബോംബെറിഞ്ഞത്. റാലി നടത്തുന്ന ജനക്കൂട്ടവുമായി ഇഴുകിച്ചേരാൻ ഒരു തോട്ടക്കാരൻ്റെ വേഷം ധരിച്ച് സൈറ്റിൽ എത്തിയ ഇയാളുടെ കൈവശം കുറഞ്ഞത് 14 കത്തിക്കാത്ത മൊളോട്ടോവ് കോക്ടെയിലുകളും ഗ്യാസോലിൻ അടങ്ങിയ ഒരു ബാക്ക് സ്പ്രേയറും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തോക്കുപയോഗിച്ച് വെടിയുതിർക്കണമെന്നായിരുന്നു ഇയാളുടെ ആദ്യ പദ്ധതിയെങ്കിലും അനധികൃത കുടിയേറ്റക്കാരനായതിനാൽ അത് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് യൂട്യൂബ് നോക്കി മൊളോട്ടോവ് കോക്ടെയിലുകളുടെ നിർമ്മാണം ഇദ്ദേഹം പഠിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സയനിസ്റ്റിനെ അവസാനിപ്പിക്കുക എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഇയാൾ ആൾക്കൂട്ടത്തിന് നേരെ എറിഞ്ഞത്. ഒരുപോലെയുള്ള ടീഷർട്ടുകൾ ധരിച്ചും ബന്ദികളാക്കപ്പെട്ടവരുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന കൊടികൾ ഉയർത്തിയുമാണ് റൺ ഫോർ ദെയർ ലൈവ്സ് ഗ്രൂപ്പ് എല്ലാ വാരാന്ത്യങ്ങളിലും നിശ്ചിത സമയം റാലി നടത്താൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഗൂഗിൾ സെർച്ചിലൂടെ ഈ സംഘടനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പഠിച്ചതിന് ശേഷമായിരുന്നു സോളിമാൻ്റെ ആക്രമണം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആക്രമണത്തിൽ കുപിതനായ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഈ ഭീകരാക്രമണം അമേരിക്കൻ ഐക്യനാടുകളിൽ സഹിക്കില്ല എന്നും അമേരിക്കൻ വിരുദ്ധരായ റാഡിക്കലുകളെ നമ്മുടെ രാജ്യത്ത് നിന്ന് നാട് കടത്തേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ് ഈ ആക്രമണത്തിലൂടെ എന്നുമാണ്. എന്താണെങ്കിലും എന്താണ് അമേരിക്കയിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.